അടിമാലി ഒഴുവുത്തടം കമ്പിലൈൻ ചീയപ്പാറ ഭാഗങ്ങളിൽ കാട്ടാനശല്യം അതിരൂക്ഷമാകുന്നു. രാത്രികാലങ്ങളിൽ കൂട്ടമായി വന്ന കാട്ടാനകൾ കൃഷിവിളകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. ചില സമയങ്ങളിൽ വീട്ടുമുറ്റത്ത് വരെ കാട്ടാനക്കൂട്ടം എത്താറുണ്ട്. കാട്ടാനശല്യത്തിൽ നിന്നും ശാശ്വതമായ പരിഹാരം വേണമെന്ന് പ്രദേശവാസികളും ആവശ്യമുന്നയിക്കുന്നു. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ വീടിന്റെ മുറ്റത്തിറങ്ങണമെങ്കിൽ ചങ്കൊന്നു പിടയ്ക്കും. ഏത് സമയത്തും വീട്ടുമുറ്റത്ത് വരെ കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ്. ഒഴുവത്തടം കമ്പിലൈൻ ചീയപ്പാറ പ്രദേശത്താണ് കാട്ടാനശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുന്നത്. എല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ കൃഷിയിടത്തിലിറങ്ങി കൃഷിവിളകൾ നശിപ്പിക്കും. ഇന്നലെ കമ്പനി ലൈൻ മേഖലയിലെ എൽദോസ് വാളറയുടെ കൃഷിയിടത്തിലെ ഒരു തെങ്ങ് മറച്ചിട്ടു. പ്രദേശത്ത് തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങി നിരവധി കാർഷിക ഉൽപ്പന്നങ്ങളാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി നശിപ്പിക്കുന്നത്. 90ഓളം വീട്ടുകാർ മാത്രമാണ് ഉള്ളത്. മാമലക്കണ്ടം പ്രദേശത്തു നിന്നും അതേപോലെ തന്നെ പെരിശിക്കൽ പ്രദേശത്തു നിന്നുമായിട്ട് നിരന്തരമായി ചക്ക, മാങ്ങ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാകുമ്പോഴത്തേക്ക് ആന കൂട്ടത്തോടു കൂടി വരും. കഴിഞ്ഞ ഈ ഒരു മാസക്കാലമായിട്ട് നിരന്തരം ആന ശല്യ. എന്നും വീടിന്റെ മുറ്റത്തോടെയും വീടിന്റെ പരിസരത്തോടെയും ആന എന്നും വന്ന് ശല്യ. ഈ കഴിഞ്ഞ രാത്രിയിൽ 8ഓളം ആനയുണ്ടായിരുന്നു. 3 പ്രദേശമായിട്ട് ഇറങ്ങി ഭയങ്കരമായി തെങ്ങ്, കവുങ്ങ് അങ്ങനെയുള്ള സർവ്വ കൃഷികളും നശിപ്പിച്ച് കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. മാമലക്കണ്ടം പരിശക്കല്ല് ഭാഗത്തു നിന്നുമാണ് കാട്ടാനക്കൂട്ടം കമ്പനി മേഖലയിലേക്ക് എത്തുന്നത്. ഈ ഭാഗത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യം ഒഴിവാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോ ഈ ഫെൻസിംഗ് വലിക്കോ അല്ലെങ്കിൽ ട്രെഞ്ച് ഇത് 6 മൈലിൽ നിന്ന് കയറി വന്ന ഭാഗത്തു നിന്ന് ഫെൻസിംഗ് ഇട്ട് കഴിഞ്ഞാൽ കമ്പനി പ്രദേശം ലോക്കാവും. അതേപോലെ തന്നെ ഈ ഒഴുവത്തോളം മേഖലയില് ഫെൻസിംഗ് ഇട്ട് കഴിഞ്ഞാലും അവിടെ നിന്നുള്ള ഇറങ്ങി വരൽ ലോക്കാവും. ഈ പ്രദേശത്ത് പിന്നെ താഴെ പാറയായതുകൊണ്ട് അവിടുന്ന് കയറില്ല, ഇവിടെ മുടിയായതുകൊണ്ട് ഇവിടുന്നും വരില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ PK മാത്യൂസ്, സൈനുദ്ദീൻ കുഴുപ്പിനായിൽ, TJ പോൾ എന്നിവരുടെ കൃഷിയിടത്തിലിറങ്ങി നിരവധി കൃഷിവിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ദിവസവും കാട്ടാനശല്യം പ്രദേശത്തുണ്ട്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇവർക്ക് കാട്ടാനശല്യം മൂലം നിരവധി സാമ്പത്തിക നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.